ഹായ്, വെൽക്കം ബാക്ക് സനം വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കുഞ്ഞ് വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ നെത്തോളി തേങ്ങ വറവ് കറി ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതിനാവശ്യമായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനാവശ്യമായത് ഞാൻ നെത്തോലി കുറച്ചെടുത്തിട്ടുണ്ട്, പച്ചതാണ്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നീരുള്ളി, തക്കാളി, അതുപോലെ തന്നെ നീരുള്ളി, തക്കാളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇടാം. പിന്നെ പച്ചമുളക് ചതച്ച് വേണമെങ്കിൽ ഇടാം. പിന്നെ നിങ്ങൾക്ക് എത്രയാണ് തേങ്ങ വേണ്ടത് അത്രയാണ് നിങ്ങൾ ചരച്ചിട്ട് വെക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ പുളി വെള്ളം ഒഴിച്ചിട്ടുള്ള കൊണ്ടുള്ള കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഞാനിപ്പോൾ നീരുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നീരുള്ളി ചുവന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ചുവന്നത് കുറച്ച് കൂടുതൽ തന്നെ ആകുമ്പോൾ പെട്ടെന്നാണ് നമുക്കത് ചുവന്ന് കിട്ടുന്നുള്ളത്. പിന്നെ ഞാൻ തക്കാളിയും ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയും, കുറേ ഒരു മസാലയായി കിട്ടിട്ട്. കറിവേപ്പിലാണ്, കറിവേപ്പിലില്ലാതുകൊണ്ട് മുമ്പെല്ലാം വീടിൻ്റെ അടുത്ത് കറിവേപ്പിലുണ്ടായി, പക്ഷെ ഇവിടെ ഇല്ല കേട്ടോ കറിവേപ്പില. അപ്പം ഞാൻ ഷോപ്പിൽ നിന്നാണെങ്കിൽ വാങ്ങിക്കാറില്ല കറിവേപ്പില, വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പം ചുവന്ന് കിട്ടി നല്ല കാഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അത് തിളച്ചതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ചോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ പുളിവെള്ളം ഇടുന്നുണ്ട്. ഇതിന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തട വരട്ട് ഞാൻ ഈ ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇതായതുകൊണ്ട് ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ചെടുക്കുക, തിളച്ച് വരട്ടെ. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തോട്ടെ. ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തളവി നല്ലൊരു തളവന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ നെത്തോലി കഴുകി വൃത്തിയായി വയ്ക്കുക. നെത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തിള വന്നിട്ടുണ്ട്. തിള വന്നിട്ട് ഇപ്പം അതിൻ്റെ മുളകിൻ്റെ ഒരു മണം പോയി കിട്ടണം. ആ പോയി കിട്ടതിന് ശേഷം മീനിട്ട് കൊടുക്കാം. നല്ല മഴയായിരുന്നു ഇവിടെ. ഇപ്പം മഴ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് മാറ്റി വെച്ച് തേങ്ങ ചാറുണ്ടാക്കാനും പിന്നെ ഇതിനെ പൊരിച്ചെടുക്കാനും. പൊരിച്ചെടുത്താൽ നല്ല ഇതിനൊക്കെ നല്ല അടിപൊളിയായി ഫ്രൈ ആയി കിട്ടുന്നുണ്ട് നെത്തോലി. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കുന്നു കരുതുന്നു. ഫ്രൈന്ന് ചാറുണ്ടാക്കുന്ന അതുപോലെ തന്നെ തേങ്ങ വറവ് ഉണ്ടാക്കുന്നത്. നല്ല മണം വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല മണം വരുന്നത്. ഉലുവെല്ലാം ഇടുമ്പോൾ നല്ലൊരു മണം, പുളിയെല്ലാം ഇടുന്ന സമയത്ത് നല്ല മണം വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മീനിട്ട് കൊടുക്കുന്നുണ്ട്, നെത്തോലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈകൾ വൃത്തിയായി വെച്ച നെത്തോലി ഇട്ട് കൊടുത്ത്. ഇപ്പം മോള് പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്രൈ വേണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഫ്രൈ ആക്കി വെക്കും. ഇപ്പം നമുക്ക് ഒന്ന് വറവാക്കി വെക്കാമെന്ന് പറഞ്ഞു. ഉപ്പെല്ലാം നേരത്തെ ഇട്ടതുകൊണ്ട് ഇത്രയല്ല ഇട്ടത്. പിന്നെ ഇതിന് കുറച്ച് സിമ്മാക്കി എടുക്കാം. എന്താ വെള്ളം പറ്റി കിട്ടും. നമ്മൾ സ്പീഡ് വെച്ചാൽ വെള്ളം പെട്ടെന്ന് പറ്റും. അപ്പം അതുകൊണ്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം. കുറച്ച് സമയം മൂടി വെക്കാം. അത് മീനോട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെക്കാം. ഇത് ഉച്ചത്തെ ചോറുണ്ണാട്ടാ. മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സിമ്മാക്കിയത് കൊണ്ട് വെള്ളം അത്ര പറ്റിയില്ല. ഇനിയിപ്പോ തേങ്ങാ ചിരകിയത്, ഇനിയിപ്പോ വെള്ളം വെന്ത് കിട്ടിയത് കൊണ്ട് തേങ്ങാ ചിരകിയത് അത്രയും പറ്റിയില്ല. മീനും വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരകിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമില്ല.
കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായ മണം വരും. പക്ഷെ കറിവേപ്പിലില്ല, ഞാൻ ഷോപ്പൊന്നും വാങ്ങിക്കാറുമില്ല. അതുകൊണ്ട് കറിവേപ്പിലിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കറിവേപ്പില എടുക്കാറുണ്ട്. കുറച്ച് സമയം അങ്ങനെ മൂടി വെക്കുന്ന കേട്ടോ, കുറച്ച് സമയം മൂടി വെക്കാം. മൂടി വെക്കാം. അങ്ങനെ നമ്മള് നെത്തോലി തേങ്ങ വറവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.